തമിഴരും മലയാളികളും കൂടെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും മലയാളവും അറിയാം, എല്ലാവർക്കും തമിഴും അറിയാം. അതാ എനിക്കും തമിഴ് നല്ല തരും. അമ്മച്ചിയും മക്കളും വന്ന് തോന്നുന്നല്ലേ? അമ്മച്ചി 4 മക്കളും. ബാ 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 ബാ. ഇവിടെ ഇങ്ങനെയൊക്കെ ഈ കൊടിമരങ്ങളും ഒക്കെ കാലങ്ങളായിട്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ സ്കൂളിലേക്കാണ്, വള്ളക്കടവ് സ്കൂൾ. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല പറയാം. അന്നൊന്നും അത് അത്ര വലിയ ഫീലിങ്സ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ഇന്ന് ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. എൻ്റെ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ അന്നീ പറഞ്ഞതുപോലെ ഇതൊരു ഇത്രയും വികസനമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കഞ്ഞി കുടിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ ഇന്നതൊരു ഭയങ്കര അല്ലേ, എല്ലാവരുടെയും തന്നെ ഒരു വല്ലാത്ത, അതായത് 80-90-90കളിൽ ജീവിച്ചവർക്ക് സ്കൂളുമായിട്ടൊരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് കാണും. ഒത്തിരി കുസൃതികളും ഒക്കെ ഒപ്പിച്ച സ്ഥലമാണിത്. നമുക്ക് നോക്കാം, വാ നമ്മുടെ സ്കൂള് നോക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നത്. അന്ന് ഇങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടോ. ഈ വഴികളൊന്നുമില്ല, ചെറിയ ഇങ്ങനെ ഇതിനകത്തൂടെയൊക്കെ ഇറങ്ങി കടന്നു പോകുന്ന പോലുള്ള സ്ഥലങ്ങളൊക്കെയായിരുന്നു. ഇതാണ് നമ്മളുടെ വള്ളക്കടവ് ഗവൺമെൻറ് LP സ്കൂള്. നേരത്തെ ഇവിടെ അംഗൻവാടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് അംഗൻവാടി അതായത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ കാര്യമാണ്. ഓ എന്നായിരിക്കുന്നു ഇവിടെ ഹെലിഗിരിയ പിന്നെ മോളെ പള്ളിയില്ലേ, പള്ളിയുടെ താഴെയായിരുന്നു വീട്. എവിടെ അവിടെ അപ്പം നമ്മുടെ സ്കൂളിൽ വന്നു. നേരത്തെ ഗേറ്റും പൂട്ടുമൊന്നും ഇല്ലായിരുന്നു. ടീച്ചർമാർക്കൊന്നും നമ്മളെ അറിയാൻ യാതൊരു വഴിയില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് രാജലക്ഷ്മി ടീച്ചറായിരുന്നു ഹെഡ് മിസ്സസ്. അതുപോലെ തന്നെ ചെല്ലമ്മ ടീച്ചർ, കുഞ്ഞമ്മ ടീച്ചർ, സരസമ്മ ടീച്ചർ, സൂസമ്മ ടീച്ചർ, പിന്നെ ഒരു അച്ഛൻ സാറ്, പിന്നെ ഒരു വേദമണി ടീച്ചർ, അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നൊരു 4-8 വളരെ കുറച്ച് ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. ആണോ? പേര് വള്ളക്കടവിലാണോ? വീട്. അന്നിവിടെ 2 മീഡിയമായിരുന്നു ഉണ്ടായിരുന്നത്, തമിഴ് മീഡിയവും മലയാളം മീഡിയവും. അറിയാമല്ലോ, നമ്മുടെ ഹെലിബറിയ എന്ന് പറയുന്ന ഏലപ്പാറ അല്ലെ വണ്ടിപ്പെരിയാർ മേഖല എന്ന് പറയുന്നത് തമിഴരും മലയാളികളും കൂടെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും മലയാളവും അറിയാം, എല്ലാവർക്കും തമിഴും അറിയാം. അതാ എനിക്കും തമിഴ് നല്ല തരും. അപ്പോൾ നമുക്ക് ഇത് തമിഴ് ഡിവിഷനായിരുന്നു. ഇവിടെയായിരുന്നു അച്ഛൻ സാറും വേദമണി ടീച്ചറും ഒക്കെ ഉണ്ടായിരുന്ന പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലം. അന്ന് ഏകദേശം നമ്മളുടെ ഈ ഭാഗത്തായിട്ടായിരുന്നു കഞ്ഞിപ്പര ഉണ്ടായിരുന്നു. കഞ്ഞിപ്പര അന്നിത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് കഞ്ഞിപ്പര ഒച്ചയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മലയാളം മീഡിയം സ്കൂള്. ഏത് ക്ലാസ്സിലാണോ? ഒന്നും ആയിരുന്നില്ല. ഏത് ക്ലാസ്സിലാണ്? 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്. അതിൻ്റെ അങ്ങേയറ്റത്തായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓഫീസ് അവർ ഇങ്ങോട്ട് മാറ്റി പുതിയൊരു കെട്ടിടമൊക്കെ പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ മല പോലെയായിരുന്നു. ഇങ്ങനെ അതിൻ്റെ മുകളിൽ പോയിട്ടൊക്കെയാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം കാണുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും സന്തോഷം. കാണാനുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? കാണോ? എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ മൂന്നിയോ 14 മൂന്നിയോ? ശരി.
സീനില്ല. ഞാനിപ്പോൾ ചാർജ് അത് ഞങ്ങൾ എൻ്റെ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം വന്നായിരുന്നു വിട്ട് വന്നാൽ അന്ന് ഞാനില്ലായിരുന്നു. വേറെ 2 ടീച്ചർമാരുണ്ടായിരുന്നു. ഇത് പുതിയ ഓഫീസാണ്. ആ അന്നൊക്കെ ഓഫീസിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ടീച്ചർമാരെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. അതൊക്കെ പാട്ടത്തിന് അതുപോലെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ആയിട്ട് ഹെൽബറിയ സ്കൂൾ ഭയങ്കര മുന്നേറ്റമാണ് ഓരോ കാര്യങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറി കൃഷിയിലാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കില്ല് വളർത്തുന്നതിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ പോസ്റ്റുകൾ ഈ നമ്മുടെ ഹെൽബറിയ സ്കൂളിൻ്റെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അഭിമാനമൊക്കെ തോന്നാറുണ്ടോ, ഞാൻ പഠിച്ച സ്കൂളാണല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ അഭിമാനപൂർവ്വം പോയി കമൻ്റൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയതാണിത്. ജൈവ പച്ചക്കറി തോട്ടത്തിന് 1ാം സമ്മാനം, പീരുമേട് ഉപജില്ലയിൽ നിന്ന് 1ാം സമ്മാനം കിട്ടിയ ട്രോഫിയാണ് ഇരിക്കുന്നത്. അപ്പോട്ടെ സാറേ. ഓക്കെ, താങ്ക് യു. എനിക്ക് ഈ സ്കൂളിൽ നമുക്ക് നോക്കാം, പുറകിലൊന്ന് നോക്കാം. നമ്മൾ പണ്ട് ചോറിൻ്റെ പാത്രം കഴുകാനൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം പിടിക്കും. അതിനകത്ത് പിടിക്കാനുള്ള വെള്ളമൊന്നും ഇല്ല. അല്ല, ഇങ്ങനെ ഓരോ തുള്ളിയായിരിക്കും, ഇങ്ങനെ ഓരോ തുള്ളിയേ കാണുള്ളൂ. അത് ഞങ്ങളിങ്ങനെ പാത്രത്തിൽ വന്ന് പിടിക്കും. അതുപോലെ തന്നെ എന്താന്ന് നോക്കട്ടെ, പഴയ ഓർമ്മകളിൽ കുറച്ചെങ്കിലും ഇവിടെയൊക്കെ കാണാതിരിക്കത്തില്ലല്ലേ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. അങ്ങനല്ല, ഞാൻ കാണിച്ചു തരാം. പറഞ്ഞു എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ഓർമ്മകൾ തന്നെയാണ്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ സ്കൂളിൽ വരുമ്പം നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് ഉണ്ട്. ഇത് ഞങ്ങൾ പണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇതിങ്ങനെ പിടിക്കാൻ ഇങ്ങനെ തൊടുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങളിതിനെ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്, എനിക്കതിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, ഇങ്ങനെ കണ്ണിൽ എഴുതുമായിരുന്നു. ഇതിനും എഴുതാറുണ്ടോ? ഞാൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ണിലിങ്ങനെ എഴുതുമായിരുന്നു. കണ്ണിന് നല്ലൊരു തണുപ്പ് കിട്ടുമായിരുന്നു. ഇത് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കാണുമായിരിക്കും അല്ലേ? ഇങ്ങനെ കണ്ണിലൂടെ ഇട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. നല്ലൊരു തണുപ്പ് കിട്ടുമെന്നൊരു കണ്ണിന് അല്ലേ, ഒരു സുഖമായിരുന്നു. പണ്ടത്തെ പരിപാടികളാണ്. കണ്ണെഴുതുന്നത് ഞാൻ എഴുതി ചേട്ടായി. നീ തന്നെ എഴുതിക്കോ. ഞാൻ ചേട്ടായി എഴുതിയിട്ടുണ്ടോ പണ്ടിത്? ആണോ? ഇല്ലേ, ഞങ്ങളിത് തിന്നുമായിരുന്നു. തിന്നു ഞാനൊന്ന് കാണുന്നുണ്ട്. ചിരിച്ചാൽ മതി. ടീച്ചർ വഴക്ക് പറഞ്ഞോ? അതേ അക്കരെ കണ്ടോ സ്ഥലം? അവിടെ നിന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ് താഴത്തെ ചാക്കോച്ചേട്ടൻ്റെ കടയൊക്കെ കണ്ടോ? അവിടെ നിന്നാണ് നമ്മളിപ്പോൾ മുകളിൽ കയറി വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം വീട്ടിലേക്ക്. കയ്യായിരുന്നു പിടിച്ച മക്കല്ലേ, ഇഞ്ചക്ഷൻ എടുത്തിട്ടിരിക്കുക. 8 ഇഞ്ചക്ഷൻ. വീട്ടിൽ പെട്ടു. ഞാൻ മാത്തൻ്റെ കൊച്ചുമോള്, അത് മാത്തൻ്റെ മോള്.
താഴേന്ന് പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ കൃഷ്ണകോവിലിൻ്റെ കാര്യം, നമ്മളുടെ ഹരിപ്രിയയുടെ വികാരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിന് ഇതല്ലായിരുന്നു കയറി പോകുന്നതാണ് വഴി. പക്ഷെ നമ്മളിപ്പോൾ വണ്ടി പോകാനും ഒക്കെ ആയിട്ട് ഇതാണ് എൻട്രൻസ് ആയിട്ട് വെച്ചത്. നമുക്ക് അമ്പലം എന്തായാലും വേറൊരു ദിവസം വന്നിട്ട് വിശദമായിട്ട് കാണിക്കാം. ഇനി ഇതാണ് ഈ മലയാണ് അമ്പലം. അതേപോലെ തന്നെ ഇന്ന് കാണുന്ന ആ മല കാണാം കേട്ടോ. അതാണ് നമ്മുടെ പള്ളി, സെൻറ് തോമസ് ഓർത്തഡോക്സ്. ഇവിടുന്ന് കാണത്തില്ല, നമുക്ക് അവിടെ നിന്ന് നോക്കിയാലേ കാണാൻ പറ്റും. നമ്മൾ പണ്ട് ചിറ്റീന്ന് വെട്ടാൻ പോയത് നിങ്ങളെല്ലാവരും ചോദിച്ചില്ലേ ഒരു സാധനം വെട്ടിയപ്പോൾ അതെവിടെയാണ്? അതേ ആ മലയിലാണ്, കിളിപാടി മലയെന്ന് പറയും. കിളിപാടി എന്താണ് തേങ്ങാക്കല്ല്.